ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വയനാട് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൽപ്പറ്റ ബൈപ്പാസിനടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. എല്ലാ വർഷവും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നടത്താറ്. ഇപ്പോൾ 80 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. നമ്മളൊരു വൈകുന്നേര സമയത്താണ് വന്നത്, കാരണം നൈറ്റ് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് ഭംഗിയുണ്ടെന്ന് കരുതി വൈകുന്നേരമാണ് വന്നത്, ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് ആദ്യം നമ്മൾ എത്തുന്നത് ഇവിടെയാട്ടോ. ഇവിടെ തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി ഫ്ലവേഴ്സും എല്ലാം ഒരു ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ പേരും കാര്യമൊന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടോ ബോർഡ് വെച്ചിട്ടൊന്നുമില്ല. കുറേയൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള ഫ്ലവേഴ്സൊക്കെ തന്നെയാണ്. കാണാത്തതായിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മേടിക്കാനും പറ്റും, അതിന് വേറെ സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം മേടിക്കാനെല്ലാം പറ്റുന്നത്. ഞാൻ രാത്രി വന്നതിൻ്റെ പ്രധാന കാരണം അതാണ് കേട്ടോ, ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവർ ഷോ എന്ന് കേൾക്കുമ്പോൾ പൂക്കള ഷോ ആണ് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിനുള്ളിൽ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്, പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം വഴിയെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്താൽ കേട്ടോ. കുറേ അംബ്രല്ല ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നേരിട്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കാണാം. ഈ മാസം 31 വരെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഡേറ്റ്. ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു പോയിന്റുകളാട്ടോ. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ വർഷം ഇവർ കൊണ്ടുവന്ന കേട്ടോ, കുറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വർഷമാണ് വന്നത്. കഴിഞ്ഞ വർഷം വരെയൊന്നും ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു, ഈ വർഷം വന്നതാണത്. അതിൻ്റെ ഉള്ളിൽ ചെറിയ കുറച്ച് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിളികളൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് കേട്ടോ, കാരണം നെറ്റും കാര്യമൊന്നും ഇട്ടിട്ടില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അടുത്ത് കൂടെ നമ്മൾ അടുത്തോട്ട് പറന്ന് വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവലുണ്ട്. കിളികൾക്ക് പുറമെ വേറെ സംഭവം കൂടി ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ശ്രീജയ്ക്ക് നല്ല പേടിയായത് കാരണം അതിന് അടുത്തോട്ട് പോകാൻ പോലും സമ്മതിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ ദൂരെ നിന്ന് സൂം ചെയ്തെടുത്ത വീഡിയോസാണ്. പാമ്പിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ തന്നെ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നവർ, കൈ പിടിച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. വേറെ വലിയ സംഭവമായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ലവ് ബേർഡ്സിന് കുറച്ച് വീഡിയോസൊക്കെ നല്ല ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് സ്റ്റോളുകളുടെ അടുത്തോട്ടോ. ഇവിടെ കുറേ പച്ചക്കറി വിത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ ഓർണമെൻറ്റ്സ് കാര്യം, പിന്നെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം പർച്ചേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു വെറൈറ്റി പപ്പട കേട്ടോ. ഇത് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപയായിരുന്നു ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പാക്കറ്റായിരുന്നു മേടിച്ചത്. ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഗെയിം കളിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കുറേ കാർ റേസിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് അച്ചാറുകളാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് അച്ചാർസ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും മേടിച്ചില്ല, എല്ലാം നോക്കി പോകുന്നേ ഉള്ളൂ. ഇവിടെ കേട്ടോ മെയിൻ ഫുഡ് കോർട്ട് വരുന്നത്. കുറേ ബജികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ശ്രീജയ്ക്ക് ഇഷ്ടം ആ മുളക് ബജിയാണ്, എനിക്കാണെങ്കിൽ അത് ഇഷ്ടമായിട്ടില്ല. ഇവിടെ മറ്റേ പാവ് ബജി ഉണ്ട്, അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സാധനം. അപ്പോൾ അതൊരു സെറ്റ്, മുളക് ബജി ഒരു സെറ്റ്, അങ്ങനെ രണ്ടും കൂടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലോട്ട് കേട്ടോ. ഇത് ആദ്യം തന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഇതാണ്. മുതിർന്നവർക്ക് കളിക്കാനുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയി കയറി നോക്കിയതൊന്നുമില്ല. അങ്ങനെ അടുത്ത് മറ്റേ യന്ത്രവിജ്ഞാനം കാര്യങ്ങൾക്കുള്ളിടത്തേക്ക് പോകാൻ വെച്ചു. ഈ തുള്ളി കളിക്കുന്ന എൻ്റെ കസിൻ്റെ കൊച്ചാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മകനാണ്. അവരവിടെ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടതായിരുന്നു. ആശാൻ നല്ല സന്തോഷത്തിലാണ് അതിൽ കയറി കളിക്കുന്നതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എണ്ണത്തിൽ കുറവാട്ടോ. പണ്ടൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ യന്ത്രവിജ്ഞാനം അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഇത്. സാധനങ്ങളുടെ എണ്ണമൊക്കെ കുറവാണ്, ആൾക്കാരും കുറവായിരുന്നു പൊതുവെ. ഇത്രയ്ക്ക് ഇതിനുള്ളിൽ കാഴ്ചകളുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണത്തിലും കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇഫ ചിക്കൻ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.